ഓക്കെ, 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്, തുല്യതയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാറ്റി ഒഴിച്ചുള്ള ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാറ്റിയുടേത് ടീച്ചറുടെ വീഡിയോ ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത് പോലെ തന്നെ എസ് എ തൊട്ടാണ് തുടങ്ങുന്നത്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ സുസ്ഥിര വികസനം എന്നാൽ എന്ത് എന്നുള്ളതാണ് 9ാമത്തെ പാഠം. നമ്മൾ വീഡിയോ അയക്കാനുള്ളതാണ്. സുസ്ഥിര വികസനം എന്നാൽ എന്ത്, പ്രധാനപ്പെട്ട സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ വികസനത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് പരിഗണിച്ചുകൊണ്ടും വരുന്ന തലമുറയ്ക്ക് കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. നമ്മുടെ വികസനം എന്നുള്ളത് അത്യന്താപേക്ഷികമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല. പക്ഷേ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇനി വരുന്ന തലമുറക്ക് കൂടിയും അത് എന്താണ്, നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ ഭൂമിയിലുള്ള പ്രകൃതി വിഭവങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വികസന നടപടിയാണ് എന്ത്, സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വികസനം എന്നുള്ളത് കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല. പക്ഷെ വികസനങ്ങൾ നടത്തുന്ന സമയത്ത് ഇനി വരുന്ന ഒരു തലമുറക്കും കൂടിയും ഈ നമ്മുടെ പരിസ്ഥിതിയും ഭൂമിയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള വികസന നടപടികളെയാണ്, അതായത് എന്നെന്നും നിലനിൽക്കുന്ന നമ്മുടെ ഈ പരിസ്ഥിതിയും സമ്പത്തും നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള നടപടിയെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്നുള്ളത്, സുസ്ഥിരമായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇതിലെ സുസ്ഥിര വികസന തന്ത്രങ്ങളുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ നമ്മൾ അയച്ചു തന്നിട്ടുള്ള നോട്ട്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രധാനപ്പെട്ട സുസ്ഥിര വികസന തന്ത്രങ്ങൾ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടാണ്. എക്കണോമിക്സിന്റെ നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 9ാമത്തെ ചാനൽ. ഓക്കെ, പരിസ്ഥിതി പ്രശ്നങ്ങളെ. ഓക്കെ, എന്താണ് സുസ്ഥിര വികസനം, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് വിഘാതമാവാത്ത തരത്തിലുള്ള ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന, അതായത് ഭാവി തലമുറയെ കരുതിക്കൊണ്ട് ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഇതിനായിട്ട് പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക. ഓക്കെ, പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക, പ്രകൃതിയുടെ പുനരുജ്ജീവന ശേഷി പരിപാലിക്കുക, ഭാവി തലമുറയിൽ അടിച്ചേൽപ്പിക്കുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കുക. ഇതാണ് സുസ്ഥിര വികസനം എന്നാൽ എന്ത് എന്നുള്ളത് എഴുതുന്നത് ആദ്യത്തെ 2 പാരഗ്രാഫിലായിട്ട് എഴുതേണ്ടത്. ദെൻ ചോദ്യത്തിന്റെ 2ാമത്തെ ചോദ്യം ഇതായിരുന്നു, സുസ്ഥിര വികസന തന്ത്രങ്ങളാണ്. ഒന്ന്, പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങൾ, അതായത് താപവൈദ്യുതി, ജലവൈദ്യുതി എന്നിവ പാരമ്പര്യ ഊർജങ്ങളാണ്. അത് പരിസ്ഥിതിക്ക് ആഘാതമുള്ളതാണ്. അപ്പോൾ സുസ്ഥിര വികസനം സാധ്യമാക്കണമെങ്കിൽ നമ്മൾ പാരമ്പര്യേതര നോൺ കൺവെൻഷണൽ എനർജീസ് വേണം. അത് നമ്മൾ കാറ്റ് ഉൾപ്പെടുത്തണം, തിരമാല, സൂര്യപ്രകാശം, സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ മലിനീകരണം കുറവാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ LPG ഉപയോഗിക്കുക. വിറക് കത്തിക്കുമായിരുന്നു ആദ്യത്തെ കാലത്തുണ്ടായിരുന്ന, അതിന് പകരം എന്താണ് LPGയും ഗോബർ ഗ്യാസ് ഉണ്ടാക്കുക. ദെൻ CNG ഉപയോഗിക്കുക, കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം. ദെൻ പരമ്പരാഗത അറിവുകൾ, ഇതാണ് ഇതിൽ എഴുതേണ്ടത്. ദെൻ പരമ്പരാഗത അറിവുകളും നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് സുസ്ഥിര വികസന 2ാമത്തെ തന്ത്രമാണ് നമ്മൾ ജൈവ കൃഷിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഗ്രീൻ റവല്യൂഷന്റെ സമയത്ത് നമ്മള് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ, രാസകീടനാശിനികളൊക്കെ ഉണ്ട്, അത് മണ്ണിന്റെ അപചയത്തിന് കാരണമായി എന്നുള്ളത്. അപ്പൊ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജൈവ കീട നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, ഇതൊക്കെയാണ് സുസ്ഥിര വികസന തന്ത്രങ്ങളായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ഇത് നോക്കണം. അപ്പൊ സുസ്ഥിര വികസനം എന്നാൽ എന്ത്, സുസ്ഥിര വികസന തന്ത്രങ്ങൾ എന്തൊക്കെയെന്നാണ് എസ്സേ ചോദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ 9ാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞു, 9ാമത്തെ പാഠത്തിലുണ്ട്. ദെൻ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യം, റിപ്പീറ്റഡ് ആയിട്ട് ഇത് നിങ്ങൾ നോക്കണം. ഇത് എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണപ്പെടുന്നതാണ്. ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞാൽ എന്ത്, ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏതെങ്കിലും 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനം നിങ്ങളുടെ പുസ്തകത്തിനുണ്ട്, മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, MGNREG അഥവാ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം,
അങ്ങനെ ഇന്ദിരാ ആവാസ് യോജന, ഇങ്ങനെയുള്ള പല പദ്ധതികളും നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മെറ്റീരിയൽ ഉണ്ട്, അതാണ് എഴുതേണ്ടത്. ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞ ഒരു സാങ്കല്പിക രേഖയാണ് അല്ലെ. ദരിദ്രരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യരേഖ. ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം എന്തൊക്കെയാണ്? തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം, ഇതൊക്കെ ദാരിദ്ര്യത്തിന്റെ കാരണമായിട്ട് എഴുതാം. എന്നിട്ട് സ്വാതന്ത്ര്യാനന്തരം 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ആ രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൽ ഈ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ട്. അടിയത്തത് സ്റ്റാറ്റിൽ നിന്നാണ്. സ്റ്റാറ്റിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാറ്റി അറിയില്ലെങ്കിൽ, സ്റ്റാറ്റി നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ, സ്റ്റാറ്റി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 എസ്സേകൾ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതാം. ദെൻ പരമാവധി സ്റ്റാറ്റിൽ നിന്ന് എസ് എഴുതിയാൽ പ്രശ്നം എന്താ വെച്ചാൽ കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. ദെൻ നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് MCQ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന തൊഴിലില്ലായ്മയാണ്. തുറന്ന തൊഴിലില്ലായ്മയല്ല, അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മയല്ല. നമ്മൾ കാർഷിക രംഗം എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്. പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. എന്താണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പറയുന്നത്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലുള്ള ഔട്ട്കം, അതിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്കം ഇല്ല, അതിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെ, അതിൽ നിന്ന് കിട്ടുന്ന ഗുണം കുറവാണ്. നമുക്ക് ഇന്ത്യയിൽ ഇന്ന് 50% ആൾക്കാർ ജോലി ചെയ്യുന്നത് പ്രൈമറി സെക്ടർ ആയിട്ടുള്ള കാർഷിക മേഖലയിലാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മുടെ GDP-യിലേക്ക് 14% മാത്രമേ ഉള്ളൂ. ടോട്ടൽ GDP-യുടെ 14% മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും ആൾക്കാർ, നമ്മുടെ ജനസംഖ്യയുടെ പകുതി ജനങ്ങളും ഈ ഭാഗത്ത്, അതായത് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നു, പക്ഷെ 14% മാത്രമേ അതിൽ നിന്നുള്ള ഔട്ട്കം ഉള്ളൂ. ഇത്തരത്തിലുള്ള ഔട്ട്കം കുറവായിട്ടുള്ള ഈ ജോലിയെ പറയുന്ന പേരാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. പ്രത്യക്ഷത്തിൽ അത് ജോലിയുണ്ട്, പക്ഷെ ഡിസ്ഗൈസ്ഡ് ആയിട്ട്, പ്രച്ഛന്നമായിട്ട്, വേഷം മാറിയ തൊഴിലില്ലായ്മ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പ്രത്യക്ഷത്തിൽ അത് തൊഴിലുണ്ട്, പക്ഷെ പരോക്ഷമായിട്ട് അത് തൊഴിലല്ല, അതിൽ നിന്നുള്ള ഔട്ട്കം കുറവാണ് എന്നുള്ളതാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ കാർഷിക മേഖലയിൽ പെടുന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. ദെൻ ചുവടെ ചേർക്കുന്നവരിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടാത്ത, ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, 3 സെക്ടറുകളുണ്ട്. ഓക്കെ, 3 സെക്ടറുകളുണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. അതായത് പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്നുള്ളത്. അത് നമ്മൾ സാധാരണഗതിയിൽ അത് ഇങ്ങനെ കോളാക്കും. പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രാഥമികം പ്രൈമറി സെക്ടർ. രണ്ടാമത്തെ ദ്വിതീയമായിട്ടുള്ളത്. ദെൻ തൃതീയം. ഓക്കെ, നമ്മുടെ എക്കോണമിയെ 3ആയിട്ട് തരംതിരിക്കുക, ഓരോ പ്രവർത്തനം, എക്കണോമിക് ആക്ടിവിറ്റി. ഇപ്പൊ വിദ്യാഭ്യാസം, കൃഷി, ബാങ്കിങ്, ഇൻഷുറൻസ് ആണ്. ഇപ്പോ കൃഷി പ്രാഥമികമാണ്. അപ്പൊ ഇതിൽ ചൂടെ തന്നതിൽ ഉൾപ്പെടാത്തത് കൃഷിയാണ് ആൻസർ. ദെൻ ദ്വിതീയത്തിൽ വ്യവസായങ്ങളാണ് ദ്വിതീയ മേഖലയിൽ പെടുന്നത്. തൃതീയ മേഖലയിലാണ് വിദ്യാഭ്യാസം, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതെല്ലാം തൃതീയ മേഖലയിലാണ് എന്ന് ഓർത്തു വെക്കുക. കൃഷി പ്രാഥമിക മേഖലയാണ്, വ്യവസായം ദ്വിതീയ മേഖലയാണ്, തൃതീയ മേഖല ബാങ്കിങ്, ഇൻഷുറൻസ്, വിദ്യാഭ്യാസം, ഇതെല്ലാം ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിലാണ് എന്നും. ദെൻ ഇത് അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റാറ്റിൽ നിന്നാണ്. ഓക്കെ, റാൻഡം സാമ്പിളിങ്ങും സ്റ്റാറ്റിൽ നിന്നാണ്. വിട്ടുപോയ ഓക്കെ. ദെൻ യഥാർത്ഥ സർവേക്ക് മുമ്പ് നടത്തുന്ന ഇതാണ് ഏത് എന്നുള്ളത്. ഓക്കെ, ഇതും സ്റ്റാറ്റിൽ നിന്നാണ്. ടീച്ചർ ഡിസ്കസ് ചെയ്യും. 7ാമത്തെ ചോദ്യം നമുക്കുണ്ട്. അതായത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഡാഷ് ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. ഓക്കെ, ദെൻ അടുത്തതൊക്കെ സ്റ്റാറ്റിൽ നിന്നാണ്. പക്ഷെ ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം, ശരിയോ തെറ്റോ എഴുതാം. ഓക്കെ, ഇന്ത്യയിലെ ഗ്രാമീണ കാർഷിക വായ്പാ സംവിധാനം നിയന്ത്രിക്കുന്ന ഉന്നത അധികാര സ്ഥാപനമാണ് നബാർഡ് എന്നുള്ളത്. ഓക്കെ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദെൻ പാകിസ്ഥാൻ സാമ്പത്തിക പരിഷ്കാരം നടത്തിയത് 1991 എന്നുള്ളത് ഓർത്തു വെക്കാൻ തെറ്റായിട്ടുള്ളതാണ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് മാച്ച് ഫോളോയിങ്സിൽ മിക്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. കാർവേ കമ്മിറ്റിയും ദാദാഭായ് നവറോജും മാത്രമാണ് നമുക്ക് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ലാസ്ബിയറും സ്പിയർമാൻ
ഇത് സ്റ്റാറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദാദാഭായ് നവറോജി ജയിൽ ജീവിത ചെലവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. ഓക്കെ, ദാദാഭായ് നവറോജിയാണ് ജയിൽ ജീവിത ചെലവ് എന്നുള്ള ഒരു പോവർട്ടി അസസ്മെന്റ് ആയിട്ടുള്ള ടൂള് കൊണ്ടുവന്നിട്ടുള്ളത്. വില്യം കാർവേ ആണ് ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻഗണന നൽകണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ 2 മാർക്കിന്റെ ചോദ്യമാണ്. ഏതെങ്കിലും 5 ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ നോക്കൂ, 1, 2, 3, 5, 7 ചോദ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ നിന്ന് ഇത് എഴുതാം. 17ാമത്തെ എഴുതാം, ഒരു ചോദ്യം. ദെൻ 2ാമത്തേത് ഫ്രീ ട്രേഡ്, ഇത് എഴുതാം. ദെൻ 3 ഇത് എഴുതാം. ഓക്കെ, പരിസ്ഥിതിയുടെ ധർമ്മങ്ങള് ഈ 3 ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മളോട് എഴുതാൻ പറ്റുന്നത് 5 3 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് 3 എഴുതാം, 7 ഉണ്ട്. പിന്നെ 2 കൂടി എഴുതിയാൽ മതി. ദെൻ കോളനി വാഴ്ചക്കാലത്ത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്ക് ഇടയായിട്ടുള്ള അത് ഒന്ന് ഭൂനികുതിയാണ്. ലാൻഡ് സെറ്റിൽമെന്റ് ആണ്, അല്ലെ? ഭൂനികുതി. അതുപോലെ തന്നെ 2ാമത് ലാൻഡ് സെറ്റിൽമെന്റ് ആണ്. ജമീന്ദാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, റൈറ്റ്വാരി സിസ്റ്റം ആണ് എഴുതേണ്ടത്. ദെൻ അടുത്തത് സ്വതന്ത്ര വ്യാപാരത്തിന്റെ 2 നേട്ടങ്ങൾ, അതായത് ഫ്രീ ട്രേഡിന്റെ നേട്ടങ്ങളായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ വിദേശ കമ്പനികള് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് യാതൊരു ഇളവുകളും നിയന്ത്രണങ്ങളും ഇല്ലാതെ വന്ന് കച്ചവടം ചെയ്യുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാറുകൾ അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാരം വരുന്നത്. അപ്പോൾ നമുക്ക് ജനങ്ങൾക്കുള്ള മെച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെച്ചപ്പെട്ട പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ദെൻ മറ്റുള്ള കച്ചവടക്കാർക്കാണെങ്കിൽ അത് ഒരു കോമ്പറ്റീഷൻ സാധ്യമാകും എന്നുള്ളതാണ്. ദെൻ പരിസ്ഥിതിയുടെ 4 ധർമ്മങ്ങൾ, നമ്മുടെ പരിസ്ഥിതിയും സുസ്ഥിര വികസനം എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്. പരിസ്ഥിതി നമുക്ക് വേണ്ട കാര്യങ്ങൾ തരുന്നത്, അതുപോലെ തന്നെ അതിൽ ഡീകമ്പോസിഷൻ വരെയുള്ളത്, അതായത് പരിസ്ഥിതി ആവശ്യമില്ലാത്ത സാധനത്തിന് ഇതിനെ നശിപ്പിക്കുന്നത് വരെയും പരിസ്ഥിതിയുടെ ധർമ്മങ്ങളാണ്. ഇപ്പോൾ ഒരു ജീവനില്ലാത്ത സാധനം മണ്ണിൽ ലയിക്കുന്നത് വരെയും ഡീകമ്പോസിഷൻ ആണ്. ഇതെല്ലാം പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ ആണ് എന്നുള്ള. ദെൻ 23 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങളെ റെഗുലർ വിദ്യാർത്ഥികളെ പോലല്ല, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ആൻസർ ചെയ്യാം. ഏതെങ്കിലും 3 ഇതിലിപ്പോ എക്കണോമിക് ഡെവലപ്മെന്റിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഓക്കെ. ബാക്കി 3 സ്റ്റാറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ചൈനയുടെ സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ചാർട്ട് തയ്യാറാക്കുക. ഏകകക്ഷി ഭരണം, പിന്നെ കമ്മ്യൂണ്, അപ്പോൾ അതുപോലെ തന്നെ കമ്മ്യൂൺ കൃഷി രീതി, അതുപോലെ തന്നെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, ഇതെല്ലാമാണ്. പിന്നെ ഓപ്പൺ ഡോർ പോളിസി. ഓക്കെ, കമ്മ്യൂണ്, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, അതുപോലെ തന്നെ ഓപ്പൺ ഡോർ പോളിസി, ഇതാണ് സാമ്പത്തിക പ്രവർത്തനത്തിലെ പ്രധാന സംഭവങ്ങൾ ചൈനയിലെ. ദെൻ 10ാമത്തെ പാഠത്തിലാണ് ഇന്ത്യയും അയൽ രാജ്യങ്ങളും തമ്മിലുള്ളത്. അതൊന്ന് വായിച്ചു നോക്കണം, നിർബന്ധമായിട്ട് വായിക്കണം. ഇന്ത്യ, ചൈന, പാകിസ്ഥാനാണ് വികസന മാതൃകകളാണ്. ഇന്ത്യയെ പറ്റി പറയുന്നുണ്ട്, പാകിസ്ഥാനെ കുറിച്ച് പറയുന്നുണ്ട്, ചൈനയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലൊരു കമ്പാരിസൺ അതിൽ നടക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, ബാക്കിയുള്ള ചോദ്യങ്ങൾ ടീച്ചറെ വീഡിയോയിൽ ഉണ്ടാവും. ദെൻ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമ്മുടെ മനുഷ്യ മൂലധന രൂപീകരണത്തിന് 1 ചോദ്യം ഇതാണ്. ദെൻ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നുള്ള 2 ചോദിച്ചിട്ടുണ്ട്. ദെൻ ചുവടെ ചേർക്കുന്നവയിലെ സ്ഥിരം വേതനക്കാർ 3 നിങ്ങൾക്ക് ഇതിൽ നിന്ന് എഴുതാം. നമുക്കത് ആദ്യം ഫസ്റ്റ് ചോദ്യം നോക്കാം. ഓക്കെ, മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടം 1 വിദ്യാഭ്യാസം. ഓക്കെ, 1 വിദ്യാഭ്യാസം, ആരോഗ്യം, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള പാഠത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ എസ് എ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള 6 മാർക്കിനോ ആയിട്ടൊക്കെ വരാം. നമ്മുടെ 5ാമത്തെ പാഠത്തിലാണ് തോന്നുന്നു, 6ാമത്തെ 6ാമത്തെ ചാപ്റ്ററിലാണ്
മനുഷ്യ മൂലധന സ്വരൂപണത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇതിലെ ചോദ്യം വന്നിട്ടുള്ളത് മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ. ഇത് നോക്കിയിട്ട് പോകണം. ഇത് 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് 8 മാർക്കിന് ചോദ്യം വരും. മനുഷ്യ മൂലധനം എന്നാൽ എന്തേ, മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ എന്തെല്ലാം എന്ന് ഒരു പക്ഷേ എസ്സേ ആയിട്ട് ചോദിക്കാം. കഴിഞ്ഞ ഇതിൽ ഇല്ലാത്തതാണ്. അപ്പോൾ മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം, ആരോഗ്യ പരിരക്ഷ എന്നിവയിലെ വിദഗ്ധരായിട്ടുള്ള മനുഷ്യ വിഭവങ്ങളെ സൃഷ്ടിക്കുന്നതിനെയാണ് മനുഷ്യ മൂലധന സ്വരൂപണം എന്ന് പറയുന്നത്. അതിന്റെ ഉറവിടങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യ മൂലധനം ഫോം ചെയ്യാൻ പറ്റും. ആരോഗ്യത്തിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നത് വഴി നമ്മുടെ ജനങ്ങൾക്ക് എന്തുണ്ടാവും, നല്ല ആരോഗ്യമുള്ള ജനങ്ങളായിട്ട് മാറും. അത് ആരോഗ്യ സംവിധാനത്തിലാണ്. മൂന്നാമത്തെ തൊഴിൽ പരിശീലനമാണ്. അതായത് സ്കിൽഡ് ലേബേഴ്സ് എല്ലാവരും ഉണ്ടാവും. സ്കിൽഡ് ലേബേഴ്സ് ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിന് ഏറ്റവും ഗുണകരമായ, മനുഷ്യ മൂലധന സ്വരൂപണത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള തൊഴിൽ പരിശീലനമാണ്. ദെൻ കുടിയേറ്റം, മൈഗ്രേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കും മറ്റൊക്കെ മൈഗ്രേഷൻ ചെയ്യുന്നത് കൊണ്ട് യൂറോപ്പിലെ മനുഷ്യ മൂലധന സ്വരൂപണം നടക്കുന്നുണ്ട് യാതൊരു ചെലവുമില്ലാതെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ അഞ്ചാമത് വിവരശേഖരണമാണ് എന്നുള്ളതാണ്. യഥാർത്ഥ കോഴ്സ്, യഥാർത്ഥ തൊഴിൽ, ശമ്പള നിരക്ക് തുടങ്ങിയ അറിഞ്ഞിരിക്കേണ്ടത് മനുഷ്യ മൂലധന സ്വരൂപണത്തിന് അത്യാവശ്യമാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ മനുഷ്യ മൂലധനത്തിന് ഉറവിടങ്ങളെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ പരിശീലനം, കുടിയേറ്റം, വിവരശേഖരണം, ഇതാണ് ചോദിച്ചിട്ടുള്ള ഇപ്രാവശ്യം നമ്മൾ എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ മനുഷ്യ മൂലധന സ്വരൂപണം പ്രധാനപ്പെട്ട ഉറവിടം 5 ഉറവിടമാണ് വിശദീകരിക്കാനുള്ളത്. സാധാരണ ഇത് 4 മാർക്ക്, ഇത് 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത് 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് മനുഷ്യ മൂലധനം എന്ന് ചോദിക്കും. ദെൻ പിന്നെ ചോദിക്കുന്ന സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് മനുഷ്യ മൂലധന രൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ ഏതെല്ലാം എന്നുള്ളത് ഒരു പക്ഷേ എങ്ങനെ ചോദിക്കും, സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 8 മാർക്കിന് ചോദിക്കാം. ദെൻ അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടതാണ്, സ്റ്റാറ്റിയാണ്, അത് സെപ്പറേറ്റ് വീഡിയോയിൽ ഉണ്ടാവും. ദെൻ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏത് 5ാമത്തെ പാഠത്തിൽ, ദാരിദ്ര്യം കഴിഞ്ഞിട്ടുള്ള 5ാമത്തെ പാഠത്തില് ഞാൻ നമ്മുടെ നോട്ട്സിലുണ്ട്. ഓക്കെ, നോട്ട്സ് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ നോട്ട്സിലുണ്ടാവും 5ാമത്തെ പാഠത്തിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ളത്. ഓക്കെ, ദെൻ ഇതില് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇന്ത്യൻ എക്കോണമി 1950 to 1990, ഇന്ത്യൻ സാമ്പത്തിക രംഗം 1950 മുതൽ 90 വരെ എന്നുള്ള 2ാമത്തെ പാഠത്തിലാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ 4 ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് എന്തൊക്കെയാണ്, സ്വയാശ്രയത്വം, അങ്ങനെ പറയുന്നുണ്ട്, ഇക്വിറ്റി, എക്കണോമിക് ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ മെറ്റീരിയല് അത് 4 പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 2ാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ലക്ഷ്യം. ഓക്കെ, പഞ്ചവത്സര പദ്ധതി 4 ലക്ഷ്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഉണ്ടോ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിച്ച് ചെയ്താണ്ട്. അപ്പോ 2 മാർക്കിനൊക്കെയുള്ള ചോദ്യമാണെങ്കിൽ, 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഈ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്നാൽ എന്ത് എന്നുള്ളത് നിങ്ങൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ്സ്, സാമ്പത്തിക വളർച്ച, മോഡേണൈസേഷൻ, എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് മോഡേണൈസേഷൻ, ദെൻ സ്വയാശ്രയത്വം, ദെൻ സമത്വം, ഇക്വിറ്റി, ഇതാണ് സാമ്പത്തിക പദ്ധതിയുടെ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിക്കാം. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ലക്ഷ്യം, ഓക്കെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യം എന്നുള്ളതും ചോദിക്കാം. അപ്പൊ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പൊ 5 മാർക്കിനൊക്കെയാണ് ചെയ്യുന്നത്. എന്താണ് സാമ്പത്തിക വളർച്ച എന്നുള്ളത് ഒന്ന് വിശദീകരിക്കണം. ആധുനികവൽക്കരണം വിശദീകരണം, സ്വയാശ്രയത്വം, സമത്വം, ഇത് വിശദീകരിക്കണം. ഓക്കെ, ദെൻ ഇതിലെ 30ാമത്തെ ചോദ്യം നമ്മുടെ ഈ ഇതിൽ പെട്ടതാണ്. നമ്മുടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തന്നതാണ്. ഇത്തരത്തിൽ ലിസ്റ്റ് ഔട്ട് ഉണ്ടാവും. സ്ഥിരം വേതനക്കാർ ഏതാണ്? ഇത് നമുക്ക് ജസ്റ്റ് ഒരു ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. സ്വയം തൊഴിൽ ചെയ്യുന്നവർ ആരാണ്?
അപ്പോ ഇതിലെ 3 കോളാണ് കൂലിക്ക് തൊഴിൽ ചെയ്യുന്നവർ. അപ്പോ കൂലിക്ക് തൊഴിൽ ചെയ്യുന്നവർ 3 ലിസ്റ്റാണ്. തെരുവ് കച്ചവടക്കാര് സ്വയം തൊഴിലാണ്. തെരുവ് കച്ചവടക്കാര് സ്വയം തൊഴിൽ. കർഷകര് കൂലിക്ക് തൊഴിൽ ചെയ്യുന്നവരായിട്ട് അല്ലെങ്കിൽ കർഷകരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരം കൂലി സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട്, അതിലേക്ക് ആക്കിയാൽ മതി. സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ് കൃഷിക്കാര്. സ്കൂൾ അധ്യാപകൻ ഒരു സ്ഥിരം വേതനക്കാരനാണ്, സ്കൂൾ അധ്യാപകൻ. ദെൻ കർഷക തൊഴിലാളികള് കൂലിക്കാണ്, ദെൻ KSRTC കണ്ടക്ടർ സ്ഥിരം വേതനക്കാരനാണ്. കട നടത്തുന്ന ആള് സ്വയം ജോലി ചെയ്യുന്ന ആളാണ്. ഗവൺമെന്റ് ഡോക്ടർ എന്താണ്, സ്ഥിരം വേതനക്കാരനാണ്. ബിസിനസ്സുകാരന് സ്വയം തൊഴിലുകാരനാണ്. അപ്പൊ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്താല് ഏതൊക്കെയാണ് എന്നുള്ളത് ഓർത്തിട്ട് ചെയ്യാം. സ്ഥിരം വേതനക്കാര് ഇത് ഇനി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുമെന്നില്ല, എങ്കിലും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാല് ആലോചിച്ചാൽ കിട്ടുന്നതാണ്. കൂലിക്ക് തൊഴിൽ ചെയ്യുന്നവര്, തെരുവ് കച്ചവടക്കാർ സ്വന്തം ചെയ്യുന്ന ആൾക്കാരാണ്. കർഷകര് സ്വന്തം ജോലി ചെയ്യുന്നതാണ്. കർഷക തൊഴിലാളികൾ താഴെയുണ്ട്, അത് തൊഴിലാളികളാണ്, അവര് കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ് തൊഴിലാളികൾ. പിന്നെ ബാക്കി ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, KSRTC കണ്ടക്ടർ, ഇവരെല്ലാം എന്താണ്, ഈ സ്ഥിരം വേതനക്കാരാണ്. സ്ഥിരം വേതനക്കാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, സ്ഥിരം വേതനക്കാർ അവർക്ക് നിത്യമായിട്ടുള്ള തൊഴിലുണ്ടാവും, നിത്യം തൊഴിലുകൾ ഉണ്ടാവും എന്നുള്ളതാണ് സ്ഥിരം വേതനക്കാർക്ക്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നിത്യം ജോലിയൊക്കെ ഉണ്ടാവും. കൂലിക്ക് തൊഴിൽ ചെയ്യുന്നവർക്ക് സീസണൽ എംപ്ലോയ്മെന്റ്, അവർക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ കൂലി കിട്ടുള്ളൂ, ജോലി ഉണ്ടെങ്കിൽ മാത്രമേ കൂലി കിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള വിഭാഗമാണ് കൂലിക്ക് തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ essay ക്വസ്റ്റ്യൻ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, 5 ഓക്കെ, ഒരു ഏരിയയും കൂടി ഉണ്ട്. 32 മുതൽ 35 വരെയുള്ളത്. ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ന്യൂ എക്കണോമിക് പോളിസി. ഇത് essay പ്രതീക്ഷിക്കുന്നതാണ്. ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ചാണ്. ദെൻ സ്റ്റാറ്റിന്ന് ചോദ്യാവലി എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികളാണ്. ദെൻ പൈ ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പൊ നിങ്ങൾ പൈ ഡയഗ്രാം ഒക്കെ വരക്കാണ്ടാവും. നിങ്ങളൊരു ബോക്സ് കൊണ്ടുപോകണം. ബോക്സ് വരച്ചിട്ട് വൃത്തിയായിട്ട് വരച്ച് ചാർട്ട് വരക്കാണ്ടാവും. സ്റ്റാറ്റിൽ ചാർട്ട് വരക്കാണ്ടാവും. പൈ ഡയഗ്രാം അല്ലേ, ഇങ്ങനെ പല ഡയഗ്രാംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ തരത്തില് അത് വരക്കാണ്ടാവും. ഒരു ബോക്സ് കൊണ്ടുപോകണം. ബോക്സ് കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത്. വൃത്തിയിൽ വരക്കണം. പൈ ഡയഗ്രാം ഒക്കെ കൃത്യമായിട്ട് അളന്നിട്ട് വരക്കണം. ഇതിന് 360 ആക്കിയിട്ട് എന്നിട്ട് ഓരോന്ന് എത്രയാണ് എന്നുള്ളത് നോക്കണം. ഓക്കെ, 360 ആക്കിയിട്ടാണ് ഓരോന്നും. നമുക്കറിയാം ഒരു പൈ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ള അറിയാം. ദെൻ അത് ടീച്ചർ വീഡിയോയിൽ വരുന്നുണ്ട്. ദെൻ ഫസ്റ്റത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ന്യൂ എക്കണോമിക് പോളിസി. ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ ഉദാരവൽക്കരണ നടപടി. വ്യവസായ ധനകാര്യ മേഖല, കാർഷിക മേഖലയിലല്ല, വ്യവസായ ധനകാര്യ മേഖല. അപ്പൊ നമ്മള് കോട്ട എടുത്തു കളഞ്ഞു, അതുപോലെ തന്നെ ചുങ്കം എടുത്തു കളഞ്ഞു. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ പറയുന്നത്. ഇത്തരത്തിലുള്ള കോട്ട സബ്സ്റ്റിറ്റ്യൂഷൻ നടപടികളൊക്കെ എടുത്തു കളഞ്ഞാണ് വ്യവസായ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ലൈസൻസിങ് നിർത്തലാക്കി. ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. 3-ാമത്തെ ചാപ്റ്ററിലാണ് അത് പറയുന്നത്. ദെൻ കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ, അതായത് ഗവൺമെന്റ് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, റോഡ് സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ റെയിൻഫെഡ് അഗ്രികൾച്ചറിൽ നിന്ന് ഈ ഇറിഗേഷനിലായിട്ടുള്ള കനാൽ, അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുള്ള റെയിൻഫെഡ് അഗ്രികൾച്ചറിനെ ഒഴിവാക്കിയിട്ട് മഴയെ ആശ്രയിക്കാത്ത കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സബ്സിഡികൾ, മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കാർഷിക വിപണനം അല്ലെങ്കിൽ കാർഷിക മേഖല ഇന്ത്യയിൽ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ്. അപ്പൊ നിങ്ങളെ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ടിന് ആദ്യത്തെ 10 പാഠം പഠിച്ചാൽ നിങ്ങൾക്കൊരു 45 മാർക്കിനുള്ള ചോദ്യങ്ങൾ, അതായത് ഒരു 50-55% ചോദ്യങ്ങൾ ആൻസർ ചെയ്യാം. സ്റ്റാർട്ടിങ് കൂടി നന്നായിട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് നേടാം. ഞാൻ നിങ്ങളോട് പറയുന്നു, +1 എക്കണോമിക്സ് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് നേടാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് +1 എക്കണോമിക്സിൽ മാക്സിമം സ്കോർ ചെയ്താൽ +2 നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എക്കണോമിക്സ്
എഴുതാം. കാരണം നമുക്ക് ഒരു മിനിമം മാർക്ക് ഉണ്ട്. +1 24, +2 24, ഇത് കൂട്ടിയിട്ട് 48 മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മളെ +2 പാസ്സാകുള്ളൂ. അപ്പൊ മാക്സിമം മാർക്ക് ഈ +1 തന്നെ മാക്സിമം ഒരു 60-70 മാർക്ക്, ഫുൾ മാർക്ക് ലക്ഷ്യം വെക്കുക. 70+ മാർക്ക് വാങ്ങിയാൽ നമുക്ക് 48 എത്തുമോ എന്നുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് കുട്ടികൾ തോൽക്കുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്ന 2 സബ്ജക്റ്റാണ് തുല്യതക്കാരും റെഗുലറും. അതായത് 1 എക്കണോമിക്സും 2 ഇംഗ്ലീഷുമാണ്. അപ്പോൾ ഇത് അങ്ങനെ വരാൻ പാടില്ല. മാക്സിമം എന്ത് ചെയ്യുക, +1 എക്കണോമിക്സിൽ മാക്സിമം മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുള്ള ഏരിയാസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അത് സ്റ്റാറ്റിയുടെ ടീച്ചറുടെ നമ്പർ ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാറ്റിയുടെ വീഡിയോ. ഞാൻ ടീച്ചറെ അയച്ചിട്ടുണ്ട്, ഞാനത് അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് ഈ ഡിസ്കഷൻ വീഡിയോയും ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലിടാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ദിവസം നന്നായിട്ട് റിവൈസ് ചെയ്യുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ടെക്സ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ മതി, നമ്മൾ പറയും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ വീഡിയോസ് ഓരോന്നായിട്ട് വരും, ഗ്രൂപ്പിൽ വരും. ഓക്കെ, താങ്ക് യു.